വെൽക്കം. ഞാൻ റോബർട്ട് കിയോസാക്കി. ഞാൻ എൻ്റെ റിച്ച് ഡാഡിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മാറ്റത്തെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നത് ഏറ്റവും കൂടുതൽ കടമുള്ളവരാണെന്നാണ്. അവർ മാറാൻ ഭയപ്പെട്ടു, കാരണം അവർ കരുതി സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന്. തങ്ങളുടെ സാമ്പത്തിക ജീവിതം നശിച്ചുവെന്ന് അവർ വിശ്വസിച്ചു. സമയം തങ്ങളുടെ കൈവിട്ടുപോയെന്നും അവർ വിശ്വസിച്ചു. പക്ഷേ പണത്തിന് പ്രായമില്ല, അറിവിനും പ്രായമില്ല. ഒരു 60 വയസ്സുകാരന് ഇന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം നിർമ്മിക്കാൻ തുടങ്ങാം. അതുപോലെ തന്നെ ഒരു 20 വയസ്സുകാരന് സ്വയം ശാശ്വതമായ കടത്തിലേക്ക് മുങ്ങാം. വ്യത്യാസം സമയമല്ല, അത് മാനസികാവസ്ഥയാണ്. നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി മാറ്റുമ്പോൾ സമയം നിങ്ങൾക്കെതിരല്ല, മറിച്ച് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഞാൻ എപ്പോഴും പറയുന്നു, സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു സംഭവമല്ല, അതൊരു പ്രക്രിയയാണ്. അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതുമല്ല. അതൊരു വിത്ത് നടുന്നത് പോലെയാണ്. നിങ്ങൾ അതിന് വെള്ളം ഒഴിക്കുന്നു, അതിനെ പരിപാലിക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു. ഒരു ദിവസം അത് സ്വയം വളരുന്നു. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു പ്രക്രിയ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. കാരണം അവർക്ക് പെട്ടെന്ന് ഫലം കാണുന്നില്ല. അവർ ഉപേക്ഷിക്കുന്നു. അവർക്ക് പ്രക്രിയയില്ലാതെ ഫലം വേണം, അവർക്ക് റിസ്ക് ഇല്ലാതെ ലാഭം വേണം, അവർക്ക് പഠിക്കാതെ പണം വേണം. ഇവിടെയാണ് സാമ്പത്തിക സാധാരണതത്വം വരും. സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി നിശബ്ദമാണ്. അതിന് ക്ഷമ വേണം, അതിന് അച്ചടക്കം വേണം. അത് തുടക്കത്തിൽ നിങ്ങൾക്ക് അഭിനന്ദനം തരില്ല, പക്ഷേ അവസാനം മനസമാധാനം തരും. ഞാനിത് സ്വയം അനുഭവിച്ചതാണ്. ഞാൻ നിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ പലരും എന്നെ നോക്കി ചിരിച്ചു. അവർ പറഞ്ഞു അത് റിസ്ക് ആണെന്ന്. ഞാൻ എൻ്റെ സ്ഥിരമായ ജോലിയിൽ തുടരണമെന്നായിരുന്നു അത്. ഒരു സുരക്ഷിതമായ പാത ഉപേക്ഷിച്ച് അനിശ്ചിതമായ ഒരു പാതയിലേക്ക് പോകുന്നത് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞു. പക്ഷേ അവർ മനസ്സിലാക്കിയിരുന്ന ആ സുരക്ഷ യഥാർത്ഥത്തിൽ ഒരു ജയിലായിരുന്നു. എനിക്കുറപ്പായിരുന്നു, ഞാൻ എൻ്റെ ശമ്പളത്തെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ ഞാൻ ഓരോ ദിവസവും എൻ്റെ സ്വാതന്ത്ര്യം വിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ അത് എളുപ്പമായിരുന്നില്ല. ഞാൻ തെറ്റുകൾ വരുത്തി, പണം നഷ്ടപ്പെടുത്തി, പലതവണ പരാജയപ്പെട്ടു. പക്ഷേ ഓരോ തെറ്റും എന്നെ സ്വാതന്ത്ര്യത്തോട് അടുപ്പിച്ചു. കാരണം ഓരോ തെറ്റും അതിൻ്റെ കൂടെ പാഠം കൊണ്ടുവന്നു. അതാർക്കും എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ലായിരുന്നു. ഈ യാത്ര ധൈര്യം ആവശ്യപ്പെടുന്നു. ഉടനടിയുള്ള സംതൃപ്തിയോട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം, നിങ്ങളുടെ ശീലങ്ങളെ പരിശോധിക്കാനും അവയിൽ പലതും നിങ്ങളെ കുടുക്കിയിടുകയാണെന്നുള്ള സമ്മതിക്കാനുമുള്ള ധൈര്യം, പ്രശസ്തമല്ലാത്ത തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ധൈര്യം. ഉദാഹരണത്തിന്, അറിവിൽ നിക്ഷേപിക്കുക. മറ്റുള്ളവർ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളിൽ ചിലവഴിക്കുമ്പോൾ നിങ്ങൾ അറിവിൽ ശ്രദ്ധ കൊടുക്കുക. സാമ്പത്തിക സ്വാതന്ത്ര്യം കുറുക്കുവഴികൾ തേടുന്നവർക്കുള്ളതല്ല, അത് അവബോധം ആഗ്രഹിക്കുന്നുള്ളവർക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു നിമിഷം ഇത് നിർത്തിയിട്ട് തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്നതിലൂടെ മാത്രം നിങ്ങൾ ഇതിനകം ഭൂരിഭാഗം ആളുകളെക്കാൾ മുന്നിലാണ്. കാരണം ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും വിശ്വസിക്കുന്നത് പണമാണ് പ്രശ്നമെന്നാണ്. പക്ഷേ വാസ്തവത്തിൽ അത് പെരുമാറ്റത്തിൻ്റെ ഒരു കണ്ണാടി മാത്രമാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ വെല്ലുവിളി മനസ്സിലാക്കിയതിനെ പ്രവൃത്തിയിലേക്ക് മാറ്റുക എന്നതാണ്. ആദ്യത്തെ പ്രവൃത്തി പഠനം തുടരുക എന്നതാണ്. സാമ്പത്തിക അറിവിൻ്റെ ഓരോ പുതിയ അംശവും സ്വാതന്ത്ര്യത്തിൻ്റെ പസിലിലെ ഓരോ കഷണമാണ്. നിങ്ങൾ എത്രത്തോളം കഷണങ്ങൾ ശേഖരിക്കുന്നുവോ ചിത്രം അത്രത്തോളം വ്യക്തമാവും. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, ഒരു കാലത്ത് എത്തിപ്പിടിക്കാൻ കഴിയില്ലെന്ന് കരുതിയിരുന്നത് നിങ്ങളുടെ തൊട്ടു മുന്നിലാണ്. കാരണം ഞാനിവിടെ പങ്കുവയ്ക്കുന്നതൊന്നും സിദ്ധാന്തങ്ങളല്ല, ഇത് പ്രയോഗമാണ്. ഇതൊരു ജീവിതകാലത്തെ പരിശ്രമങ്ങളുടെയും തെറ്റുകളുടെയും എന്ത് പ്രവർത്തിക്കുന്നു എന്നും എന്ത് നശിപ്പിക്കുന്നു എന്നും കണ്ടതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ വെറുതെ കേൾക്കരുത്. അതിൽ പങ്കെടുക്കുക, അതിൽ ചേരുക. സാമ്പത്തികമായ സാധാരണത്വത്തെ തങ്ങളുടെ വിധിയായി അംഗീകരിക്കാൻ തീരുമാനിക്കാത്ത ആളുകളുടെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകുക. ഓർക്കുക, ഓരോ വലിയ മാറ്റവും ഒരു ലളിതമായ ആംഗ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് ആ ആംഗ്യം ഒരുപക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കേൾക്കുന്നതും തുടരുകയും ചെയ്യുന്നതാവാം. നാളെ അത് നിങ്ങൾ പഠിച്ച് പ്രയോഗിക്കുന്നതാകാം. കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ഇന്ന് വെച്ച ഒരു ചെറിയ ചൂടാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയുടെ തുടക്കമായിരുന്നു എന്നത്. അറിവിന് മൂല്യമുണ്ടാകുന്നത് പങ്കുവയ്ക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ സന്ദേശം ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കണമെന്നാണ്. ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നത് ഒരേ ഒരു വഴി കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക എന്നതാണ്. പക്ഷേ യഥാർത്ഥ വഴി കൂടുതൽ സ്മാർട്ടായി ചിന്തിക്കുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റാറ്റ് റേസ്, എലി ഓട്ടത്തിൽ നിന്ന് പുറത്തു കടക്കാനും പണത്തെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കാനും തയ്യാറാണെങ്കിൽ ഇവിടെ തന്നെ തുടരുക. ഇനി വരാനിരിക്കുന്നത് ഓരോ സാമ്പത്തിക തീരുമാനത്തെയും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കോവണിയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പ്രായോഗികമായി പഠിക്കുകയാണ്. ഇത് പ്രവർത്തിക്കാനുള്ള നിമിഷമാണ്. കേവലം അതിജീവിക്കുന്നത് നിർത്തുക, നിർമ്മിക്കാൻ തുടങ്ങുക.
ആളുകൾക്കിടയിൽ ഒരു പൊതുവായ തെറ്റിദ്ധാരണയുണ്ട്, തങ്ങളുടെ പ്രധാന വീട് തങ്ങളുടെ ഏറ്റവും വലിയ ആസ്തിയാണെന്നാണ്. ഈ ആശയം തലമുറകളായി കൈമാറി വരുന്നതാണ്. അതൊരു പരമമായ സത്യം പോലെയാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ പതിറ്റാണ്ടുകൾ പ്രായോഗികമായി ഒരിക്കലും സാമ്പത്തിക നേട്ടം നൽകാത്ത ഒന്നിനു വേണ്ടി പണം നൽകാൻ സമർപ്പിക്കുന്നു. ഞാനും ഈ ആശയം ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടു. എൻ്റെ അച്ഛൻ സത്യസന്ധനും അർപ്പണബോധമുള്ളവനുമായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അഭിമാനത്തോടെ പറയുമായിരുന്നു, സ്വന്തമായി വീടുള്ളവനാണ് വിജയിച്ച മനുഷ്യനെന്ന്. വളരെ കാലം ഞാനും അത് തന്നെ വിശ്വസിച്ചു. എനിക്ക് മനസ്സിലാകുന്നവരെ ഇതേ ചിന്താഗതി എങ്ങനെയാണ് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കെണിയിലൊന്നായി മാറിയത്. വിഷയം വീടിൻ്റെ ഉടമയാകുന്നതല്ല, മറിച്ച് അതിനെ ഒരു ആസ്തിയായി മനസ്സിലാക്കുന്നതിലാണ്. ഭൂരിഭാഗം ആളുകളും അത് അവരുടെ ഏറ്റവും വില കൂടിയ ബാധ്യതയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരാസ്തി നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം ഇടുന്നു, ഒരു ബാധ്യത അതിൽ നിന്ന് പണം പുറത്തേക്കെടുക്കുന്നു. ഇത് ജീവിതത്തിൽ പഠിച്ച ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും ശക്തവുമായ വേർതിരിവുകളിലൊന്നാണ്. ഞാനിത് പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം മാറിമറിഞ്ഞു. നിങ്ങൾ താമസിക്കുന്ന വീടിനെ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ലളിതവും സത്യസന്ധവുമായൊരു ചോദ്യം ചോദിക്കണം. ഈ വസ്തു എൻ്റെ പോക്കറ്റിലേക്ക് പണം ഇടുകയാണോ അതോ അതിൽ നിന്ന് പണം എടുക്കുകയാണോ? ഉത്തരം മിക്കവാറും എപ്പോഴും ഇതായിരിക്കും, അത് പണം എടുക്കുകയാണ്. പണയം തിരിച്ചടച്ചാൽ പോലും പിന്നെയും നികുതി, അറ്റകുറ്റപ്പണി, ഇൻഷുറൻസ്, റിപ്പയറുകൾ, നവീകരണങ്ങൾ, ഒരിക്കലും തീരാത്ത അദൃശ്യമായ ചെലവുകൾ. ഏറ്റവും അപകടകരമായ കാര്യം വൈകാരികമായി ഈ വീട് നിങ്ങളെ പിടികൂടുന്നു എന്നതാണ്. അത് സുഖസൗകര്യത്തിൻ്റെ ഒരു തോന്നൽ തരുന്നു, പക്ഷേ നിങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്നു. നിങ്ങളെ മറ്റൊരിടത്തേക്ക് പോകുന്നതിൽ നിന്ന്, റിസ്ക് എടുക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നു. ഇതൊരു മനോഹരമായി അലങ്കരിച്ച ജയിലാണ്, പക്ഷേ എന്നിരുന്നാലും ഒരു ജയിൽ തന്നെയാണത്. ഞാനിതെല്ലാം പ്രയാസപ്പെട്ട വഴികളിലൂടെയാണ് പഠിച്ചത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ ഹവായിയിൽ മനോഹരമായൊരു വീട് വാങ്ങി. പലരും അതിനെ സ്വർഗമെന്ന് വിളിച്ചു. കടലിൻ്റെ കാഴ്ച, മികച്ച സ്ഥലം, വിജയം കാണിക്കാൻ വേണ്ടി ഓരോ ചെറിയ കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. പക്ഷേ കാലക്രമേണ എനിക്ക് മനസ്സിലായി, ആ സ്വപ്നം ഒരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. പരിപാലന ചെലവ് വളരെ കൂടുതലായിരുന്നു. നികുതി വർഷം തോറും കൂടി വന്നു. സ്ഥിരതയുടെ പ്രതീകമാകേണ്ട ആ വസ്തു ഒരു അനന്തമായ സാമ്പത്തിക ഭാരമായി മാറി. ഓരോ മാസവും ഞാൻ കണ്ടു കൂടുതൽ പണം പുറത്തേക്ക് പോകുന്നത്, കുറച്ചു മാത്രം വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ വിജയത്തിൻ്റെ പ്രതീകം യഥാർത്ഥത്തിൽ എന്നെ തന്നെ തടവിലാക്കുകയാണെന്ന്. അത് വിൽക്കാനുള്ള തീരുമാനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ ഏറ്റവും മോചനം നൽകിയതും എനിക്ക് മനസ്സിലായി. സ്വാതന്ത്ര്യം പ്രൗഢിയേക്കാൾ വിലപ്പെട്ടതാണെന്ന്. സാമ്പത്തിക സമാധാനം സാമൂഹിക പദവിയേക്കാൾ വലുതാണെന്ന്. ആ അനുഭവത്തിന് ശേഷം എനിക്ക് മനസ്സിലായി, വിഷയം വസ്തുവിൻ്റെ ഉടമയാകുന്നതല്ല, മറിച്ച് നിങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. പ്രശ്നം ഇതാണ്, ഭൂരിഭാഗം ആളുകളും വസ്തു വാങ്ങുന്നത് താമസിക്കാനാണ്, അല്ലാതെ വരുമാനമുണ്ടാക്കാനല്ല. നിങ്ങൾ താമസിക്കുന്ന വസ്തു